നമസ്കാരം, ഫാക്ട്സ് അൺകട്ടിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് ഫാക്ട്സ് അൺകട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ കഴിഞ്ഞ മാസമുണ്ടായ ദാരുണമായ ഒരു സംഭവം. സിദ്ധാർത്ഥ് എന്ന 2ാം വർഷ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ കേരളത്തിലെന്നല്ല ഒരു സ്ഥലത്തെയും ക്യാമ്പസിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം വരുന്ന പ്രചാരണങ്ങൾ, മാധ്യമ കോലാഹലങ്ങൾ, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വല്ലാത്ത വിറളി പിടിച്ച ഒരുതരം ആഖ്യാനങ്ങൾ, ഇതെല്ലാം ഇന്ന് മാധ്യമങ്ങളിൽ വളരെയധികം നിറഞ്ഞു കവിയുകയാണ്. SFI കമ്മിറ്റി ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു ക്രൂരകൃത്യം എന്ന മട്ടിലുള്ള ആഖ്യാനമാണ് മാധ്യമങ്ങളിൽ വരുന്നത്. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഏറ്റുപാടുന്നത്. എന്താണ് വിജേഷ് പറയാനുള്ളത്? ഒന്ന്, ഈ പൂക്കോട് നടന്ന അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ആ സംഭവത്തെ കേരളത്തിലെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ന്യായീകരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആദ്യം ഈ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ അതിന് തള്ളിപ്പറഞ്ഞ SFI ആണ്. SFI കൃത്യമായിട്ട് അതിൽ ഉൾപ്പെട്ട 4 പേർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 10-18 പേരാണ് പ്രതികൾ. അതിൽ 4 പേര് SFIയുടെ പ്രവർത്തകരാണ്, ഭാരവാഹികളാണെന്നാണ് വന്നിട്ടുള്ളത്. ഈ 4 പേർക്കെതിരെ വളരെ കൃത്യമായി മീഡിയയിൽ വാർത്ത വരികയും SFI ക്രൂശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് SFI സംഘടനാപരമായ നടപടിയെടുക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എനിക്കിപ്പോൾ ആദ്യം ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒന്ന്, ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത്, ലീഗലി അതുപോലെ പൊളിറ്റിക്കലി അവെയറായ ഒരു സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ ഇപ്പോഴും റാഗിങ് നിലനിൽക്കുന്നു എന്നുള്ളത് ഗുരുതരമായൊരു പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ റാഗിങ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ആ പ്രശ്നത്തെ പരിഹരിക്കുകയും അതിൻ്റെ മെരിറ്റിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിന് പകരം ഇത് SFIയുടെ ഗുണ്ടായുസമാണ് എന്ന് വളരെ ചുരുക്കിക്കാട്ടി പരിമിതപ്പെടുത്തുന്നത്, സത്യത്തിൽ ഇന്നിപ്പോൾ മന്ത്രി റിയാസ് പറഞ്ഞ പോലെ ശരിക്ക് ഈ ഒരു ആൾക്കൂട്ട കൊലയെ പോലെ തന്നെ SFIക്കെതിരെ ഒരു മോബ് ലിഞ്ചിങ് നടക്കുകയാണ്. അത് നമ്മുടെ വിഷയത്തിൻ്റെ മെരിറ്റിൽ നിന്ന് വളരെ മാറിപ്പോകുന്നൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ ക്യാമ്പസിൽ ഇപ്പോഴും റാഗിങ് നടക്കുന്നു, അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടക്കുന്നു. അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അത് SFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, ABP ആയിക്കോട്ടെ, ഇതിലിപ്പോൾ എല്ലാ പാർട്ടികളിലും പെട്ട, വിദ്യാർത്ഥി സംഘടനകളിലും പെട്ട ആളുകളുണ്ടാവും. അതിൻ്റെ പേരിൽ SFIയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയോ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് റാഗിങ് ഇല്ലാതാക്കുന്നതിന് അത്രയും സുശക്തമായ നടപടിയും സംഘടനാപരമായി ഒരു ഘട്ടത്തിൽ ബലാബലം നടത്തി തന്നെ റാഗിങ്ങിനെ അവസാനിപ്പിക്കാൻ മുന്നിട്ട് നിന്നൊരു സംഘടനയാണ് SFI. അപ്പോൾ തീർച്ചയായിട്ടും SFIക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല, ഉണ്ട്. കാരണം SFI ഉള്ള ഒരു ക്യാമ്പസിൽ ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അത് തടയാനും അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുക്കാനും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടിയിരുന്നു. ആ ഒരു വീഴ്ച മനസ്സിലാക്കിയിട്ടാണല്ലോ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. പക്ഷേ ഈ വിഷയത്തെ ചുരുക്കി കാണുകയാണ്. കാരണം വിശാലമായ ഒരു അർത്ഥത്തിൽ കേരളത്തിലെ ക്യാമ്പസുകൾ നിൽക്കുന്നത്, നമ്മൾക്കിപ്പോൾ ക്രൂരതയ്ക്കൊരു രാഷ്ട്രീയമില്ലല്ലോ. അതിപ്പോൾ ആര് കാണിച്ചാലും ക്രൂരതയാണ്. അന്യന് വേദനിക്കുന്നു എന്ന് തോന്നുമ്പോൾ, മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുമ്പോൾ അവൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ഒരു പുതിയ തലമുറ പോകുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ആ വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ അച്ഛനും അമ്മയും കുടുംബവും ഈ സമൂഹവും അടക്കം അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് ഉത്തരവാദികളാണ്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം നിങ്ങളിത് SFIക്കെതിരെ ഒരു ആക്രമണമായി മാത്രം, SFI ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടും, SFI ആണ് മുഴുവൻ പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട വെച്ചുള്ള ഒരു മോബ് ലിഞ്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു മീഡിയ ലിഞ്ചിങ് ആണ്. അത് ഈ വിഷയത്തിൻ്റെ മെരിറ്റിനെ ഇല്ലാതാക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. SFI എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ റാഗിങ് അടക്കമുള്ള പ്രവണതകളെ ക്യാമ്പസിൽ ശക്തമായിട്ട് SFI ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, സമീപകാലത്ത് ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണം, അത് രാജ്യത്താകമാനം നടക്കുന്ന ആ ഒരു പ്രവണത, അതിനെതിരെ മതനിരപേക്ഷ ക്യാമ്പസുകളെ നിർമ്മിക്കുന്നതിന് വേണ്ടി, മതനിരപേക്ഷമായ ഒരു അക്കാഡമിക്സിനെ നിർമ്മിക്കുന്നതിന് വേണ്ടി SFI വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നു. നമുക്കറിയാം, അടുത്ത കാലത്ത് നമ്മുടെ ചാൻസലർ പദവി ഉള്ള ഗവർണർ ഉപയോഗിച്ച് നടത്തുന്ന നീക്കം, ഇതിനൊക്കെ ശക്തമായി പ്രതിരോധിക്കുകയാണ് SFI. അതുപോലെ തന്നെ ആഗോളതലത്തിൽ നടക്കുന്ന ഈ പറയുന്ന സാമ്രാജ്യത്വ വിരുദ്ധവും അതുപോലെ തന്നെ ഈ പറയുന്ന മതനിരപേക്ഷമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, പലസ്തീൻ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായ നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിവിധ തരത്തിലുള്ള വർഗീയ സംഘടനകൾ, തീവ്ര നിലപാടുള്ള കക്ഷികൾ, ഇവരൊക്കെ SFIക്ക് തൂക്കിക്കൊല്ലാൻ കിട്ടുന്ന ഒരു അവസരം പാർത്തിരുന്നിട്ട് അതിന് സാധ്യത ഉണ്ടോ എന്ന് നോക്കി ചാടി വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസരം
പ്രയോജനപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പല തരത്തിലുള്ള പ്രൊപ്പഗൻഡകൾ അതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്നു. ഒരു ആത്മഹത്യയെ കെട്ടിത്തൂക്കിയ കൊല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുള്ള ബോധ്യപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. പോലീസിൻ്റെയൊക്കെ വിശദീകരണങ്ങളുണ്ട്, പിന്നെ അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്നതിന് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ തുടർന്ന് വരുന്ന ഒരു അരാഷ്ട്രീയമായ ഒരു രീതിയുണ്ട്. ഒരു ഗോത്രബോധത്തിൽ നിന്നുകൊണ്ടുള്ള ബാച്ചുകൾ തമ്മിലുള്ള വൈരം, സീനിയർ ജൂനിയർ ബന്ധത്തിലെ പ്രവണതകൾ, അതുപോലെ തന്നെ ജെൻഡർ പ്രശ്നം, ഈ വിഷയങ്ങളിലൊക്കെ ഒരു ഗോത്രവൈരത്തിൻ്റെ ഒരു രീതി അവർ തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു അരാഷ്ട്രീയമായ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു വിഷയത്തെ ആയിരിക്കും SFI ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുക. ധാർമ്മികമായിട്ട് ഒരു പക്ഷേ ഒരു സംഘടനാപരമായിട്ടുള്ള പ്രശ്നമല്ല, സംഘടന തമ്മിലുള്ള സംഘർഷമല്ല, രാഷ്ട്രീയ സംഘർഷമല്ല. പക്ഷെ തങ്ങളുടെ പ്രവർത്തകർ ഉൾപ്പെട്ടു എന്നുള്ള ഒരു ധാർമ്മികതയുടെ ഒരു പ്രശ്നം SFI അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വളരെ മാതൃകാപരമായ മറുപടി എടുത്തിട്ടുണ്ട്. മേലിൽ ഇത്തരം ക്യാമ്പസുകളിൽ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ഒരാളെ സംരക്ഷിച്ചിട്ടില്ല. ഈ പ്രതികൾ SFI ബന്ധപ്പെട്ടവരുള്ളവരടക്കം നിയമത്തിന് മുന്നിലെത്താനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു പടിയുടെ കടന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളോട് സംസാരിക്കുകയാണ്. അത് വളരെ വലിയ വലിയ സന്ദേശമാണ്. സമീപകാലം നമുക്കറിയാം 36 പ്രവർത്തകരെ പിന്നെ ഇതിൽ രാഷ്ട്രീയ സംഘടനകളാൽ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടുള്ള പ്രസ്ഥാനമാണ്. ഒരാൾ പോലും ഈ തരത്തിൽ അത് മോശമാണെന്ന് പറയാനോ അല്ല അത് തെറ്റാണെന്ന് പറയാനോ ഒന്നും തയ്യാറാകാത്ത മാധ്യമ സമൂഹങ്ങൾ അടക്കമാണ് അവിടെ ഉള്ളത്. അപ്പോഴാണ് SFIയുടെ പ്രവർത്തകർ ഒരുപക്ഷെ അവർക്ക് നേരിട്ട് പങ്കില്ലാത്ത ഒരു കാര്യത്തിൻ്റെ ധാർമ്മികത മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ തെറ്റിദ്ധരുത്താനും മാപ്പ് പറയാനും സമൂഹത്തിന് മുന്നിൽ വന്ന് അത് പറയാൻ തയ്യാറാകുന്നു. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വാസ്തവത്തിൽ. അതിലപ്പുറം ആ സംഘടനയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവർ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഉത്തരവാദിത്വമുണ്ട് അത് ചെയ്യുന്നു. ജോബിൻസ് പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടങ്ങാം. അതായത് കേരളത്തിലെ ക്യാമ്പസുകളെ, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ തന്നെ സർഗാത്മകമായി ഉണർത്തിയ ഒരു പ്രസ്ഥാനമാണ് SFI. തീർച്ചയായും ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ പ്രവർത്തകരെ, കവികളെ, സാംസ്കാരിക പ്രവർത്തകരെ ഒക്കെ സംഭാവന ചെയ്ത, കേരളത്തിൽ സംഭാവന ചെയ്ത, കേരളത്തിൽ ഇന്ത്യക്കും വരെ സംഭാവന ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. 52 വർഷത്തെ കാലയളവിൽ SFIക്ക് നഷ്ടപ്പെട്ടത് 35-ലേറെ പ്രവർത്തകരെയാണ്. തിരിച്ചൊരാളെ പോലെ SFI കൊലപ്പെടുത്തിയിട്ടില്ല എന്നും കൂടെ നോക്കണം. ഇത്രയും പ്രവർത്തകരെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ തൃശ്ശൂർ ഒരു കോളേജിൽ 3 SFI പ്രവർത്തകർ രക്തസാക്ഷികളായിട്ടുണ്ട്. പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ 2 പേരാണ് തുടർച്ചയായി കൊല്ലപ്പെടുന്നത്. MS പ്രസാദും. അതായത് ഒരു കൊലപാതകത്തിലെ സാക്ഷിയായ പ്രസാദിനെ പിന്നീട് അതേ സംഘം വന്ന് കൊല്ലുന്നു. ഭുവനേശ്വറിനെ കൊല്ലുന്നത് വളരെ ദാരുണമായാണ് കൊല്ലുന്നത്. അത് നമ്മുടെ അനിയനെ, അതായത് തല കീഴായി പിടിച്ച് ഒലക്ക കൊണ്ടിടിക്കുന്നത് പോലെ തല നിലത്തിടിച്ച് തലച്ചോറ് ചെതറിക്കുകയാണ് ചെയ്തത്. അത്തരം ദാരുണമായ സംഭവങ്ങൾക്ക് സാക്ഷിയായതാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. ഇതിലൊക്കെ റിസീവിംഗ് എൻഡിൽ ഇരകളാക്കപ്പെട്ടത് SFI പ്രവർത്തകരും നേതാക്കളുമാണ്. ജോബി ആൻഡ്രോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് MSFകാരും ലീഗുകാരും ചേർന്നിട്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ തീരാത്ത സൈമൺ ബ്രിട്ടോ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ എത്ര വർഷം ജീവിച്ചത്? അടുത്ത കാലത്തല്ലേ സൈമൺ ബ്രിട്ടോ നമ്മൾ വേർപിരിയുന്നത്. അത്തരം സംഭവങ്ങളെ ദാരുണം. അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു സഖാവ് ബ്രിട്ടോക്കെതിരെയുള്ള ആക്രമണം. നട്ടെല്ല് തകർന്ന് അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു ഇച്ഛാശക്തി കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നൊരു മനുഷ്യൻ. അത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മളെ മുമ്പിൽ ഉള്ളപ്പോഴാണ് SFI ആണ് ക്യാമ്പസിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തരം മരണം വെച്ച് ഉള്ള കളി, വലതുപക്ഷത്തിൻ്റെ മരണം കൊണ്ടുള്ള കളി, ശവം വെച്ച് വോട്ട് പിടിക്കുക എന്നൊക്കെ അതിന് കുറച്ചും കൂടി മോശമായ ഭാഷയിൽ പറയാം. ഒരു സംഭവത്തെ SFIക്കാർക്ക് നേരിട്ട് അല്ലെങ്കിൽ SFIയുടെ സംഘടനാപരമായ ഒരു തീരുമാനത്തിൻ്റെയും ഭാഗമല്ലാത്ത ഒരു സംഭവം അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് SFIക്കെതിരെയുള്ള ഒരു മോബ് ലിഞ്ചിങ് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് തന്നെയാണ് പറയാനുള്ളത്. റിയാസ് പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. ഈ ചാനൽ മുറികൾ ഒരുതരം SFIയെ വേട്ടമാകുന്ന ഒരു ഇടിമുറിയായി മാറുകയാണ്. എന്നിട്ട് SFI ഒരു മീഡിയ ലിഞ്ചിങ്ങാണ് അത് നടത്തിയിട്ട് ഏകപക്ഷീയമായ വിചാരണ നടത്തുന്നു, അനുവാദരഹിതമായ വിചാരണ നടത്തുന്നു, അത്തരം യുക്തിരഹിതമായ സമീകരണങ്ങൾ തുലനങ്ങൾ നടത്തുന്നു. അങ്ങനെ SFI ഏകപക്ഷീയമായിട്ട് കുറ്റപ്പെടുത്തുകയാണ്.
എനിക്ക് തോന്നുന്നൊരു ഒരു മാധ്യമ പ്രവർത്തനമാണ് ഈ സമീപകാലത്ത് SFIയുടെ ഏറ്റവും അടുത്ത് കൊല ചെയ്യപ്പെട്ട ധീരജ് രാജേന്ദ്രൻ. ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനൊപ്പം സൗഹൃദം പങ്കിടുന്ന പിന്നെ ഒരു ചിരിച്ച് ആഹ്ലാദിച്ച് പിന്നെ ഇവരൊക്കെയാണ് ഈ വന്നിട്ട് വലിയ ന്യായീകരണങ്ങളും വലിയ കഥാപ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നത്. വലിയ നീതിബോധത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്നിട്ട് ഇതേ വിഷയത്തിൽ തന്നെ പിന്നെ വളരെ ശക്തമായിട്ട് പിന്നെ ഈ ഇൻട്രോ ഒക്കെ പറഞ്ഞ ആള് ഇതേ കൊലയാളികളൊപ്പം സൗഹൃദം പങ്കിടുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പം പിന്നെ റില നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അപ്പോൾ കാണിക്കുന്നത് ഇത് നിങ്ങളുടെ സംഘടനക്കാരൻ മറ്റേ റഹീമിനൊപ്പം നിൽക്കുന്ന കണ്ടില്ലേ, പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരനൊപ്പം നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം യെച്ചൂരി നിൽക്കുന്നില്ലേ? അതല്ലല്ലോ, ഒരു കൊലപാതകിയെ പിന്നെ നിങ്ങൾ സ്വീകരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ പിന്നെ ഇതിനെ അപലപിക്കുന്നതായിട്ട് ഭാവിക്കുന്നു. ഇത്തരം നാട്യങ്ങളാണ് പുറത്തു വരുന്നത്. അത് ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസ് ഈ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 രാഷ്ട്രീയ സംഘടനയിൽ ഉൾപ്പെട്ട നേതാക്കൾ നേരിട്ട് നടത്തിയ ഒരു കൊലപാതകം. നേതാക്കൾ വേറെ ആരും പ്രതികളല്ല, സാധാരണക്കാരായ പ്രവർത്തകരില്ല, ഈ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ അവരുടെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം വഴി ഏതെങ്കിലും ഒരു കൊല നടത്തുക, അങ്ങനെയൊന്നുമല്ല. കൊട്ടേഷൻ സംഘങ്ങളുടെ പിന്തുണ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത്തരമൊന്നുമല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ജില്ലാ മണ്ഡലം നേതാക്കൾ ഇടയിൽ കത്തി തിരുകി ക്യാമ്പസിനകത്ത് കടന്നു ചെന്ന് ഒറ്റ കുത്തിന് പ്രൊഫഷണൽ കൃത്യതയോടുകൂടി പിന്നെ ഒരു ചെറുപ്പക്കാരനെ തീർക്കുകയാണ്. 23 വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ തീർക്കുകയാണ്. എന്നിട്ട് അതേ ആൾക്ക് സ്ഥാനക്കയറ്റം നൽകുകയാണ്. ആ സ്ഥാനക്കയറ്റം നൽകിയ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പിന്നെ ഈ വിഷയത്തിൽ SFIയെ അവർക്ക് നേരിട്ട് പങ്കില്ലാത്തൊരു കാര്യത്തിൽ പ്രതി ചേർത്ത് തൂക്കിക്കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരം നാട്യങ്ങൾ, കാപ്പട്യങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു സമഗ്രമായ ഒരു എന്താ പറയുക ഒരു പ്രൊപ്പഗാൻഡ ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. പക്ഷേ SFI ഇത് അതിജീവിക്കും. വളരെ കൃത്യമായി ക്യാമ്പസുകളോട് ബോധ്യപ്പെടുത്താനും അല്ല, അത് SFIയെ സംബന്ധിച്ച് SFI അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പിന്നെ ഈ പതിറ്റാണ്ടുകൾക്കിടയിൽ SFI എത്രയോ ഇതിനേക്കാൾ ഭീകരമായ ആക്രമണങ്ങളെ നേരിട്ട് ഏത് ശാരീരികമായും ഈ മീഡിയ ലിഞ്ചിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നതാണല്ലോ. ഒരു ഘട്ടത്തിൽ പത്രങ്ങൾ വഴിയൊക്കെ മനോരമ അടക്കമുള്ള ചാപ്പകുത്തുള്ള എത്രയോ വിഷയങ്ങളിൽ അത്തരം വിഷയങ്ങളൊക്കെ അതിജീവിച്ച് തന്നെയാണ് SFI നിന്നിട്ടുള്ളത്. അപ്പോൾ SFIക്ക് ഇപ്പോഴും ക്യാമ്പസിൻ്റെ പ്രസക്തി എനിക്ക് തോന്നുന്നത് ഈ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും SFIയെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ നോക്കുക, ഇടതുപക്ഷത്ത് നിൽക്കുന്ന നമ്മുടേതായ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വർഗ ബഹുജന സംഘടനകൾ ഏറ്റവും കൂടുതൽ സർഗാത്മകമായും പിന്നെ നാട്ടിൽ മറ്റു വ്യത്യസ്ത ധാരകളിലുള്ളവരെ പോലും ക്യാമ്പസിൽ എത്തുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കുന്ന അത്രയും ആകർഷണീയമായ ഒരു പിന്നെ ആകർഷണീയതയുള്ള ഒരു പ്രസ്ഥാനമാണ് SFI. അപ്പോൾ പൊളിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, ക്യാമ്പസിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, അതുവഴി നാടിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFI ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്, മറ്റൊരു സംഘടന ആക്രമിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ജോബിൻസ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകത്തിൽ ആ കൊലപാതകയെ സംരക്ഷിക്കുന്നു, അതിനെ അപലപിക്കാൻ തയ്യാറായിട്ടില്ല, അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. അതൊരു ക്യാമ്പസിൽ പട്ടാപ്പകൽ ആ ക്യാമ്പസിൽ ആകെ പാടി നടന്ന ക്യാമ്പസിൻ്റെ മുഴുവൻ കുട്ടികളുടെയും സ്നേഹം ഏറ്റുവാങ്ങിയിരുന്ന ഒരു ചെറുപ്പക്കാരനെ ധീരജിനെ ഒറ്റക്കുത്തിന് വളരെ പ്രൊഫഷണലായിട്ട് ഒരു ഒറ്റക്കുത്തിന് കൊലപ്പെടുന്ന ഒരു പ്രൊഫഷണൽ രീതിയാണ്. ഇരന്നു വാങ്ങിയ കൊലപാതകം എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഒരു നടപടിയും എടുത്തിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ നോക്കും, ഞാനതാണ് ആദ്യം പറഞ്ഞത്, SFI ഈ കാര്യത്തിൽ പിന്നെ മീഡിയ അറ്റൻഷൻ വരുന്നതിന് മുമ്പ് പിന്നെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുപിടിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിന് മുമ്പ് തന്നെ SFI നടപടി സ്വീകരിച്ചു. ഇത് അവിടെ സംഭവിച്ച ആ സംഭവത്തെയും ആ പ്രശ്നത്തെയും ഒന്നും നമ്മൾ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു പ്രായമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ കേട്ടുള്ള ഒന്നുകിൽ ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ജഡമായ മനുഷ്യർ, ഇത് രണ്ടുമല്ലാത്ത ആളുകൾക്കെല്ലാം തെറ്റുപറ്റും. ഇത് ഗുരുതരമായൊരു തെറ്റാണ് പറ്റിയിരിക്കുന്നത്. അത് നമ്മുടെ ഒരു സമൂഹത്തിന് പറ്റിയിരിക്കുന്ന, നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വളർന്നു വരുന്ന ഒരു യുവതലമുറയ്ക്ക് പറ്റിയിരിക്കുന്നതാണ്. അതിനെ നിങ്ങൾ SFIയുടെ മാത്രം മേൽ പഴിചാരുമ്പോൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. അതൊരു തരം മീഡിയ ലിഞ്ചിങ് ആണ്, SFIക്കെതിരെയുള്ള കടന്നാക്രമണമാണ്. അത് പൊളിറ്റിക്കലായിട്ട് ഈ തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും ഈ വിഷയം ഇത്തരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടില്ല. ഇനി ഈ പറയുന്ന സ്ഥാനത്ത് 4 പേരുടെ സ്ഥാനത്ത് 4 KSUക്കാരായിരുന്നെങ്കിലും ഈ വിഷയം മീഡിയ ഇതിനെ ഒരിക്കലും ഏറ്റെടുക്കില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്, SFIയുടെ പ്രവർത്തകർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. SFI അതിന് തിരുത്തൽ വരുത്തി. പക്ഷെ മീഡിയ ഈ കാണിക്കുന്ന തെറ്റിന് മീഡിയ എങ്ങനെയാണ് തിരുത്തൽ വരുത്തുന്നത്? കാരണം ഞാനിത് പറയുന്നത് ഇല്ല, അതാ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയിലടക്കം പല പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം അവരുടെ പ്രതികരണം അടക്കം ഈ മീഡിയയിൽ വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ്. കാരണം അവരെ പോലും സ്വാധീനിക്കപ്പെടുകയാണ്. ഇതിൽ മുമ്പൊക്കെ ഒന്നുകിൽ തെരഞ്ഞെടുപ്പിൽ SFIയെ തോൽപ്പിക്കാൻ പറ്റണം,
മറ്റൊന്ന് കായികമായിട്ട് SFI നേരിടാൻ പറ്റും. ഈ രണ്ട് സാധ്യതകളും അടഞ്ഞു കഴിഞ്ഞു. കാരണം കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും അജയ്യമായൊരു ശക്തിയായിട്ട് SFI വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. അതിന് വളരെയധികം വിലയും കൊടുക്കേണ്ടി വന്നു. തോമസ് ഐസക്, അന്ന് അദ്ദേഹം SFIയുടെ നേതാവാണ്. തോമസ് ഐസക്കിനെ കൊല്ലാൻ വേണ്ടി വന്ന INTUC-ക്കാര് ആള് മാറി, കുർത്തയും കണ്ണടയും ധരിച്ച ഒരാളെന്നുള്ള എനിക്ക് വേറൊരു ലക്ഷദ്വീപുകാരനായ മുത്തുക്കോയെ കൊല്ലുന്നു. അങ്ങനെ സായുധരായ ഒരു സംഘം എപ്പോഴും വലതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നു SFI നേരിടാൻ ആ കാലത്ത്. അതായത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് പണ്ടത്തെ പോലെ ഫലപ്രദമായി നടപ്പാവില്ലെന്നുള്ളത്. അതുകൊണ്ട് ആ റോളാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്. മാധ്യമങ്ങൾ ഇപ്പോൾ ശരിക്കും സായുധരായ പഴയ KSUക്കാരെ പോലെയോ അല്ലെങ്കിൽ സായുധരായ INTUC-ക്കാരെ പോലെയോ വന്ന്, INTUC-ഒക്കെ ഇപ്പം മാറിയിട്ടോ, INTUC-ഒക്കെ വലിയ തൊഴിലാളികളുടെ നമ്മുടെ വിരുദ്ധമാണ്. മാത്രമല്ല CITUവിൻ്റെ ഒപ്പം സമരം നടത്തുന്നവരാണ്. അതുകൊട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ അത്തരം ഒരു സായുധ സംഘത്തെ തീറ്റിപ്പോറ്റാൻ കഴിവില്ല, അല്ലെങ്കിൽ അത്തരം സംഗതി നടക്കില്ല എന്നതുകൊണ്ട് ഈ മാധ്യമങ്ങളെ ഇവർ കൊട്ടേഷൻ പണി ഏൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഫാക്ട്സ് അൺകട്ട് ശ്രമിച്ച മുഴുവൻ പേർക്കും നന്ദി, നമസ്കാരം.